ജോണേ, എടാ ജോണേ, ഇറങ്ങി വന്നാൽ ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ രേണു സുധിയുടെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. എങ്കിൽ ഞങ്ങൾ പോകാതെ ഇരിക്കടോ, സുനാമി ഭൂകമ്പൊക്കെ വന്നിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ. ഇന്റർവ്യൂ എന്ന് അതിനെ വിളിക്കാൻ പറ്റില്ല, ഒരു ഹോട്ട് സീറ്റ് സെറ്റപ്പ്. നിങ്ങൾ ഇംഗ്ലീഷ് നിർത്തി കാര്യത്തിലേക്ക് ഇറങ്ങി. ഇതിനകത്ത് ആങ്കറായിട്ട് വന്നത് രേണുവിനെ ഇന്റർവ്യൂ എടുക്കാൻ പറഞ്ഞ വ്യക്തി ശാരിക എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരത്തിയാണ്. ഇവരുടെ ഒരുപാട് ഇന്റർവ്യൂ കണ്ടിട്ടുണ്ട്. ഒരു നിലപാടും ഇല്ലാത്ത ഒരു ആങ്കറാണ് ഇവര്. പരിഹസിക്കുകയാണോ? പക്ഷെ ഇതിനകത്ത് ഞാൻ പറയാൻ പോകുന്നത് രേണുസുധിയെ പറ്റിയല്ല, ആ ഇന്റർവ്യൂ എടുത്ത ആങ്കറിനെ പറ്റിയാണ്. ഇന്റർവ്യൂ വൈറലായി, ആങ്കർ എയറിലായി, കമന്റ് സെക്ഷനിലാണെങ്കിൽ പൂരത്തെറിവിളി. അത്തരത്തിലുള്ള ഒരു സാധനമാണ് ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞിട്ട് വന്നിരുന്നിട്ട് കാണിക്കുന്നത്. നിങ്ങൾക്ക് പോകാം. എങ്ങോട്ട് പോകാൻ? ഇന്ന് ഇതിലൊരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് തന്നെ ഒരു ഗസ്റ്റിനെ വിളിച്ചു വരുത്തിയിട്ട് അപമാനിക്കുന്ന തരത്തിലുള്ള ചോദ്യം ചോദിക്കുന്നതാണ് ഹോട്ട് സീറ്റിന്റെ കൺസെപ്റ്റ്. ഇതാ ഒരു കുഴപ്പം. ഇക്കാലത്ത് നല്ലൊരു മനസ്സുണ്ടാവാൻ പാടില്ല, ഒരു സമാധാനം കിട്ടില്ല. ആങ്കർ എയറിലായപ്പോഴത്തേക്ക് പുള്ളിക്കാരത്തിന്റെ ഒരു യൂട്യൂബ് ചാനലിൽ ഇതിന്റെ ഒരു എക്സ്പ്ലനേഷനായിട്ട് വന്നിട്ടുണ്ട്. ഇതേ തലക്ക് സ്ഥിരമില്ലാത്ത സ്ത്രീയാണ്, ചൂടായതുകൊണ്ടും ബലം പ്രയോഗിച്ചോണ്ടൊന്നും കാര്യമില്ല. എക്സ്പ്ലനേഷൻ ഒന്നും പറയാൻ പറ്റത്തില്ല. അതിനകത്തും ഇവരുടെ അരഗൻസും ആ ഒരു അഹങ്കാരവും ഒക്കെ കൃത്യമായി കാണാൻ പറ്റും. അതിന്റെ അടിയിൽ തെറിവിളിയുണ്ട്. സ്വാഭാവികം. ആദ്യം നമുക്ക് ഇവരുടെ എക്സ്പ്ലനേഷൻ കാണാം. അവര് റീൽസ് ചെയ്ത കാലം തൊട്ട് പച്ചത്തെറികൾ മാത്രം പറഞ്ഞ ആൾക്കാരാണ് മലയാളികൾ. അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കാനേ, എന്താ നിങ്ങൾ ഉദ്ദേശം? കൂട്ടത്തിൽ നിങ്ങൾക്ക് എന്നെ നോക്കിക്കൊള്ളുക. അവരെ എല്ലായ്പ്പോഴും ഞാൻ പുകഴ്ത്തിയെന്നല്ല, അവരെ അവരുടെ വഴിക്ക് വിടാനാണ് ഞാൻ സംസാരിച്ചിരിക്കുന്നത്. വലിയ കഷ്ടം തന്നെ. ഞാനും രേണുസുധിയും ഈ ഇന്റർവ്യൂവിന് മുമ്പ് തന്നെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. ബെസ്റ്റ് ഫ്രണ്ട്സ് ഇൻ ദ സെൻസ് ഞങ്ങൾ തമ്മിൽ ശത്രുതയൊന്നുമില്ല. രേണുസുധിയെ തെറി പറയാത്ത 1,00,000 പേരിൽ തെറി പറയാത്ത ആൾക്കാരിൽ 1% ആൾക്കാർ തെറി പറയാത്തവരുണ്ടെങ്കിൽ അതിൽ ഒരാൾ ഞാൻ തന്നെയാണെന്ന് എനിക്ക് 100% ഉറപ്പിച്ച് പറയാൻ പറ്റും. അത് ഇത്ര കഷ്ടമായി പോയിട്ടോ. രേണുസുധി വ്യക്തമായിട്ട് അറിയാം. അങ്ങനെ ഞങ്ങൾ നേരിട്ട് മീറ്റ് ചെയ്യുന്നു. അവര് അവരുടെ പൂർണ്ണ അനുമതിയോടുകൂടിയാണ് അതിൽ ചോദിച്ചിരിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസും ഞാൻ അവരോട് ചോദിച്ചിരിക്കുന്നത്. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. ആ ഒരു ഇതിന്റെ പേരിലാണ് എന്നെ വിളിക്കുന്നതും ഞങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്യപ്പെടുന്നതും. വളരെ സന്തോഷകരമായിട്ട് കൈ കൊടുത്താണ് ഞങ്ങൾ ഗോതയിലേക്ക് ഇറങ്ങുന്നത്. എന്നിട്ട് പിന്നെ അങ്ങനെ ആ ഒരു ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ തുടക്കം തന്നെ ഇവര് ഈ രേണുസുധിയായിട്ട് അടിച്ച് പിരിയുന്ന, അല്ലെങ്കിൽ രേണുസുധി ഇവർ ഈ ഇറങ്ങി പോകുന്ന ഒരു സംഭവം കാണിക്കുന്നുണ്ട്. പക്ഷെ ആ ഇന്റർവ്യൂവിനകത്ത് അതൊന്നും കാണിക്കുന്നില്ല. ഏതായാലും പടച്ചോനാണ് ഒരു കാര്യം തീർച്ചയാ, നമ്മൾ വിചാരിച്ചോ നല്ല ഉള്ളി. ഞാൻ വിചാരിച്ച നല്ലൊരു പെൺകുട്ടിയാണ്. രേണുസുധിയും ഇവരും എല്ലാരും കൂടെ റീച്ചിന് വേണ്ടിയിട്ട് നാട്ടുകാരെ പറ്റിക്കുന്ന കലാപരിപാടിയാണ്. ഒരു പ്രത്യേക ജീവിതല്ലേ. പക്ഷെ ഇവര് നമ്മുടെ മലയാളി സമൂഹത്തെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പ്രശ്നം പ്രേക്ഷകർക്കാണ്. പക്ഷെ പ്രേക്ഷകരുടെ കുഴപ്പം എന്ന് പറഞ്ഞാൽ, ഞാൻ തുറന്നു പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും തോന്നില്ല, നിലപാടില്ലാത്ത പ്രേക്ഷകരെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രേക്ഷകർക്ക് നിലപാടില്ല ഗൈസ്, പ്രേക്ഷകർക്ക് നിലപാടില്ല. കഥ അറിയാതെ ആട്ടം കാണുന്ന ചില പൊട്ടന്മാരുണ്ടല്ലോ, ആ പൊട്ടന്മാരാണ് ഈ 7,000 പേരെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. അതാണ്. അപ്പൊ ഈ ഫോക്കസ് ടിവിക്കകത്ത് ഇവര് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് വെക്കാം. അത് ആദ്യം നിങ്ങളൊന്ന് കാണും. സോഷ്യൽ മീഡിയയിൽ അകത്തിരിക്കുന്നവരുടെ അത്രയും പോയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. സാധാരണ ജനങ്ങൾ പബ്ലിക്കിന്റെ കമന്റിന് വേണ്ടിയിട്ടാണല്ലോ ഇതെല്ലാം ഒരു കാണിച്ചു കൂട്ടുന്നത്. അപ്പോൾ ആ കമന്റ്, അതെ, പബ്ലിക്കിന്റെ കമന്റിന് വേണ്ടിയാണ് ഇതെല്ലാം കാണിച്ചു കൂട്ടുന്നത്. അതാണ് നമ്മൾ പറയുന്നത്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? അതുകളൊക്കെ ഈ ഓൺലൈൻ മീഡിയയും അതോടൊപ്പം ഈ അവതാരികയെ വിട്ട മേലാളന്മാരും അല്ലെങ്കിൽ ഈ പറയുന്ന പ്രതിനിധികളും ഒക്കെ ഒന്ന് നോക്കിയാൽ കൊള്ളായിരിക്കും. കാരണം കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് എന്ത് വൃത്തികേടുകളും ചോദിക്കാമെന്ന ലെവലിലേക്ക് ഓൺലൈൻ മീഡിയ തരംതാണ് പോകുന്നത്. അല്ലെങ്കിൽ തന്നെ കുറേയധികം പേരുദോഷങ്ങളുള്ള ഓൺലൈൻ മീഡിയക്ക്. അപ്പൊ എന്താണ് പ്രശ്നം? നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കടാ നായിന്റെ മോനെ. ഇത് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. എന്ത് ക്വസ്റ്റ്യനും പ്രിപ്പയർ ചെയ്ത് ഓൺലൈൻ മീഡിയ ഇത്രയും തരം താഴ്ന്നു പോകരുത് ചേച്ചി. എന്നോട് ഈ മണഗുണ വർത്താനം പറയരുത്. ഞാൻ പോകുന്നു. ബൈ ബൈ. അയ്യോ